IUI ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബീജത്തെ ശുദ്ധീകരിച്ച് കുറച്ചും കൂടെ അതിൻ്റെ പ്രവർത്തനം കൂടുതലാക്കും. എന്നിട്ട് മൊട്ടൈൽ എന്ന് പറഞ്ഞാൽ ചലനശേഷിയില്ലേ, മൊട്ടൈലായിട്ടുള്ള ബീജത്തിനെ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുവെക്കുക. സാധാരണ എല്ലാവരുടെയും ഗർഭം ട്യൂബിലാണ് ഉണ്ടാവുക. അപ്പം അണ്ടം ഇവിടെ വരും, ബീജം ഇവിടെ നമ്മൾ കൊണ്ടുവച്ച് ഇത്ര പാസ് ചെയ്താൽ മതി. അപ്പോൾ ബൈപ്പാസ് ചെയ്യുക. ഇത്രയും ഏരിയ നമ്മൾ വെജൈനയിലാണ് ബന്ധപ്പെടുമ്പോൾ ബീജം ഉണ്ടാവുക. ആ ബീജം കയറി ഇങ്ങനെ വരണം. അപ്പം നമ്മൾ IUIയിൽ നമുക്ക് ഇവിടെ കൊണ്ടുപോയി വെക്കുക. അതാണ് IUIൻ്റെ ഉദ്ദേശം. ഇനി ഇത് ആർക്കൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സാധാരണ ഇഞ്ചക്ഷനും ഗുളികയൊക്കെ കൊടുത്ത് ഫെയിലായിട്ടുള്ളവർക്ക് IUIയിലേക്ക് പോവാം. പിന്നെ കുറച്ച് പ്രായം കൂടുതലുള്ള ആൾക്കാർക്ക് വേഗം തന്നെ IUIയിലേക്ക് പോകണം. 35 വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാർ മറ്റുള്ള ചികിത്സകളൊക്കെ നോക്കുന്നതിനേക്കാൾ നല്ല വേഗം IUI, IVF ഇങ്ങനെയുള്ള ചികിത്സകളാണ് ചെയ്യേണ്ടത്. അതുകൂടാതെ ഇപ്പം ചെറിയ പ്രശ്നം, ഹസ്ബൻഡിൻ്റെ ബീജത്തിന് ചെറിയ പ്രശ്നം, ചലനശേഷിക്ക് പ്രശ്നം, കൗണ്ട് കുറച്ച് കുറവ്, അവരും IUIക്ക് വേഗം പോകുന്നതാണ് നല്ലത്. പിന്നെ കാരണമില്ലാത്ത വന്ധ്യതക്ക് നമ്മൾ 3-4 പ്രാവശ്യം സാധാരണ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് നോക്കിയിട്ട് ഒരു 2-3 വർഷം നോക്കിയിട്ട് ആയിട്ടില്ലെങ്കിൽ 2-3-4 പ്രാവശ്യം IUI ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ വേറെ റീസൺസ് വരുന്നത് ചിലപ്പം ഹസ്ബൻഡിന് ബീജത്തിന് എന്ന് പറഞ്ഞാൽ ഈ ലിംഗശേഷി പ്രശ്നങ്ങൾ ഉണ്ടാവുക, ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉള്ള ആൾക്കാർക്ക് കൂടുതലും നമ്മൾ IUI പറയാറുണ്ട്. അതേപോലെ സ്ത്രീകൾക്കും ബന്ധപ്പെടാൻ, വെജൈനിസ്മസ് എന്ന് പറയും, ബന്ധപ്പെടാൻ സമ്മതിക്കാത്ത സ്ത്രീകളുണ്ടാവും. അവർക്കും ഈ IUI ചികിത്സ നമ്മൾ അഡ്വൈസ് ചെയ്യുക സാധാരണ രീതിയിൽ. അറ്റ്ലീസ്റ്റ് ഈ IUI ചെയ്യുമ്പോൾ ഒരു ട്യൂബെങ്കിലും ബ്ലോക്ക് ഇല്ലാത്തതാവണം. അത് നിർബന്ധമാണ്. ഒരു ട്യൂബെങ്കിലും ബ്ലോക്ക് ഇല്ലാത്തതായിരിക്കണം.